എടാ മോനെ ഇത് നല്ല പഞ്ഞി പോലുണ്ടല്ലോടാ. ഈ മുട്ട വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കണേ കുറെ പണിയാവട്ടോ. അത് കുറച്ച് പണി തന്നെയാ. മസാല ദോശ മടക്കി വെച്ചേക്കണ പോലെ ഇരിക്കുന്നു. എന്ത് മിഠായിയാ? പഞ്ചാര മിഠായി അല്ലാതെ പഞ്ഞി മിഠായി വായിലിടുമ്പോ സാധനം വായിലിട്ടപ്പോ കണ്ടില്ല. നമുക്ക് ഒരു വെറൈറ്റി പിന്നെ ഒരു ഫ്ലഫി ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. ഇച്ചിരി പറയാൻ ബുദ്ധിമുട്ട് വന്നത് എനിക്ക് അറിയാതുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഓംപ്ലേറ്റ്. കാരണം നമ്മൾ എമ്പടി മുട്ട ഉണ്ടാക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് പിന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നമുക്ക് ഇതിനെ കൊണ്ടങ്ങ് ഉണ്ടാക്കുക അല്ലേ. ഒരു 3 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ട നമ്മൾ മഞ്ഞക്കറും വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം മഞ്ഞ മാത്രം മാറ്റി വെക്കാം. വെള്ള ഒരു പാത്രത്തിലേക്കും മഞ്ഞക്കരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ മഞ്ഞക്കരുവിനകത്ത് നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പം അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇതിങ്ങനെ അടിച്ച് നല്ല ഈ കുമ്പളകളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല സമയം എടുത്ത് നല്ലപോലെ അടിച്ച് നമുക്ക് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ധൃതി പിടിച്ച് നടക്കില്ല. ഒരല്പം സമയം എടുത്ത് തന്നെ അടിച്ചടിച്ചടിച്ച് നല്ലപോലെ പതഞ്ഞ് വരണം. നല്ല ക്രീം മാതിരി ആയി കിട്ടും. അതുപോലെ നമുക്ക് ആക്കിയെടുക്കണേ. അടിച്ച് പതപ്പിക്കൽ മാത്രം ഒരു ഇച്ചിരി പണിയാണ് കേട്ടോ. അതുപോലെ നല്ല ക്രീമി ആയിട്ട് ആയി വരണം. സമയം എടുത്ത് തന്നെ ചെയ്യാവുള്ളൂ. നമ്മൾ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ ആയില്ല. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളമായി ഇങ്ങനെ നമ്മളിത് അടിച്ചടിച്ചടിച്ച് വേണ്ട. അപ്പോൾ നോക്കിയേ നല്ല ഫ്ലഫി ക്രീം ആയില്ലേ. ആ കണ്ടീഷനിൽ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മഞ്ഞക്കരു ഇല്ലേ, ഈ മഞ്ഞക്കരു നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം, മിക്സ് ചെയ്യാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. പാൻ തീയ വെക്കുക. ചെറു തീയ വെക്കാവുള്ളൂ, ഓവർ തീയ പാടില്ല. ചെറിയ തീയിൽ വെക്കുക. ചെറിയൊരു സ്പൂൺ ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആകട്ടെ. ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡാക്കി വെക്കുക. ഒരു കാരണവശാലും തീ കൂടി പോകരുത്, ചെറുതീയെ പാട്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതൊരു മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ചെറുതീലൊരു 3 മിനിറ്റോളമായി നമുക്കൊന്ന് നോക്കാം. ഇനി ഇതെന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് നമ്മൾ മറിച്ചിടാൻ പാടില്ല. ഇത് നമുക്കൊന്ന് പകുതിക്ക് വെച്ച് മടക്കണം. വേണ്ട. യെസ്. ഇതാണ് നല്ല ഫ്ലഫി ഇല്ലമ്മേ. എന്നിട്ട് നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവനെ ഒന്ന് സെൻറ്ററിലേക്ക്. യെസ്. ഇതിൻ്റെ സൈഡുകൾ കൂടി ഒന്ന് ഇതായിക്കിട്ടണ്ടേ. അതിനുവേണ്ടി നമുക്ക് ഇവനെ ഒന്നിങ്ങനെ മെല്ലെ ചെരിച്ചിങ്ങനെയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ എഡ്ജസ് കൂടി ഒന്ന് കളർഫുള്ളായിട്ട് തരട്ടെ. ഉണ്ടോ? അപ്പോൾ ഈ സൈഡും കളർഫുള്ളായി. അപ്പോൾ അമ്മച്ചേ നമ്മുടെ എന്നതാ ഫ്ലഫി ഫ്ലഫി അതന്നെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവനെ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എടാ മോനെ, ഇത് നല്ല പഞ്ഞി പോലെ ഉണ്ടല്ലോടാ. ഇതെങ്ങനെയാ ഇവൻ അടിച്ച് അതിനെ പഞ്ചറാക്കിയ പോലെ അവനും പഞ്ചറായി. ഈ സാധനം ഈ മുട്ട വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കണേ കുറെ പണിയാവട്ടോ. അത് കുറച്ച് പണി തന്നെയാ. അങ്ങനെ നമുക്ക് അപ്പൊ ഇതൊരു ഭയങ്കര സാധനം തന്നെ. നല്ല മസാല ദോശ മടക്കി വെച്ചേക്കണ പോലെ ഇരിക്കുന്നു കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. മുറിച്ച് കാണിക്കാം. നല്ല ഫ്ലഫി എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്ന സംഭവം. ഇവന് ഇതിന്റെ പേരും ഭയങ്കര പേര് തന്നെ. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നില്ല. ഫ്ലഫി കൊള്ളാം കേട്ടോ. നല്ല ഇതായിട്ടുണ്ട് അമ്മച്ചേ. ഇത് നല്ല ഈ സ്പോഞ്ച് പോലെ ഇരിക്കുന്നതിനാണ് ഇത് ഫ്ലഫി എന്ന് പറയുന്നത്. നമ്മുടെ സംഭവം നല്ല ഏതായാലും 3 മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് കേട്ടോ. ഇതിനകത്ത് വേറെ ഒരു കൃത്രിമവും ചെയ്തിട്ടില്ല, യാതൊരു പണിയില്ല. മുട്ട അടിച്ച് പരച്ച് നല്ല പതുനാക്കിയെടുത്ത് പറഞ്ഞാൽ പോരാ. അരിപ്പൊടി പൊടിച്ച് വെച്ചിക്കണമെന്ന് കാണും. നല്ല നിറം വന്നു. മുട്ടയുടെ വെള്ളം അത്ര നിറം വരുമോ എനിക്കറിയത്തില്ല. ഇവനത് അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല നിറവും വന്നു, നല്ല രസമുണ്ട് കാണാനും. ഏത് മക്കൾക്കും തിന്നാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും തിന്നാൻ പറ്റും. ഇത് ഉണ്ടാക്കി എടുക്കാൻ അല്പം ക്ഷമ വേണം. ഇതൊന്ന് അടിച്ചിങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി ക്ഷമ വേണ്ടേ. ആ ഒരു ക്ഷമയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ തീയെ വെച്ച് ഒത്തിരി തീ കത്തിക്കാതെ ഇത് ചെറിയ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാതെ ഈ ഭംഗിയിൽ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇത് വേഗം കൂടെ വേണ്ടേ നമുക്ക്. കഴിച്ചേ ഇങ്ങനെ വായിട്ട് പഞ്ഞു പോയില്ലേ? എന്ത് മിഠായിയാ? പഞ്ചാര മിഠായി അല്ലാതെ പഞ്ഞി മിഠായി വായിലിടുമ്പോ സാധനം വായിലിട്ടപ്പോ കണ്ടില്ല. അപ്പൊ പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നല്ലൊരു രീതി, നല്ലൊരു സംഗതിയാണ്. മുട്ട കൊണ്ട് മാത്രം. ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കരുത്. ഇത് പിള്ളേർക്ക് വരുന്ന സമയത്ത് ആ സമയം നോക്കി ഉണ്ടാക്കി അങ്ങ് കൊടുക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. നമ്മൾ ആ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടില്ലേ, ആ പഞ്ചസാരയുടെ ചെറിയ മധുരവും പിന്നെ നല്ലൊരു ക്രീമി ടേസ്റ്റ് അല്ലേ? അത് നല്ലൊരു ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.